ഓക്കെ, ശ്രീ വിനു കിരിയത്ത്, ഇതൊക്കെ വീട്ടുകാര്യങ്ങളൊക്കെ അല്ലേ? ഇതിന് ഇത്ര വലിയ ചർച്ച കൊടുക്കണോ എന്ന് വിചാരിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ, അങ്ങനെ വിചാരിക്കുന്ന രാഷ്ട്രീയക്കാരൊക്കെ ഇത് വലിയായിട്ട് അത്രയൊക്കെ ചർച്ച ചെയ്യണോ? ഈ മേഖലയുമായിട്ട് നിൽക്കുന്നവർ മാത്രം സംസാരിച്ചാൽ മതി ഈ വിഷയം എന്ന തരത്തിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ച നടന്നുപോയത്. ഷാരോൺ കേസ് വരുന്നു, ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലക്കി, ജ്യൂസിൽ വിഷം കലക്കി കൊല്ലുന്നു. ഈ 22 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇതൊക്കെ എവിടെ നിന്നാണ് പഠിക്കുന്നത് എന്ന് ആ സമയത്ത് പലരും വന്ന് ചർച്ചകളിൽ പറഞ്ഞതാണ്. ഇതൊക്കെയാണല്ലോ സീരിയലിലൊക്കെ നടക്കുന്നത്, ഇതൊക്കെ കണ്ടിട്ടാണ് പഠിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ വരുന്ന വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഇത് വെറും വീട്ടുകാര്യങ്ങളല്ല. ഈ സീരിയലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതേ ഒരു വീട്ടുകാര്യം മാത്രമല്ല എന്നുള്ള ഒരു ബോധ്യം അത് പൊതുസമൂഹത്തിനുണ്ടോ? നമുക്ക് സീരിയൽ എന്ന വാക്ക് മലയാളികൾ ആദ്യമായി അത് കണ്ടത് ദൂരദർശനിൽ ഒരു പൂ വിരിയുന്നു എന്ന് പറയുന്ന ഒരു സീരിയലാണ്. ആദ്യമായി മലയാളി കാണുന്ന സീരിയൽ. അതിലെ നായകനാര പ്രേംകുമാർ. തൊട്ടടുത്ത് ലംബോ എന്നൊരു സീരിയലിൽ അഭിനയിച്ചതിന് സംസ്ഥാന അവാർഡ് കിട്ടുന്നു. ആർക്ക്? പ്രേംകുമാറിന്. ആ പ്രേംകുമാറിൻ്റെ കുടുംബത്തിനെ കുറിച്ച് പ്രേംകുമാറിന് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലേ? അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. നിഴൽയുദ്ധം എന്നൊരു സീരിയൽ നിർമ്മിച്ച് അന്നത്തെ ഏറ്റവും നല്ല നിർമ്മാതാവിനുള്ള അവാർഡ് മേടിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ആദം അയ്യൂബായിരുന്നു ഡയറക്ടർ. ഒരുപാട് പുതുമുഖങ്ങളെ കൊണ്ടുവന്നു. ജഗന്നാഥ വർമ്മ സാറിൻ്റെ മകൻ മനു ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആ സീരിയലിലാണ്. ഷബ്നം എന്നൊരു നടിയായിരുന്നു നായികയായിട്ട് വന്നത്. പക്ഷെ അന്നൊന്നും അവിഹിതവും കൊലപാതകവും വെട്ടും കുത്തും, ഗർഭിണിയാവുന്നു, 8 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞാലും പ്രസവിച്ച് തീരില്ലെന്നേ. ഇതെന്തൊരു കഥ പോക്കാണിത്. ഇനി അടുക്കളയിൽ നിന്ന് ജോലിക്കാരി ഇറങ്ങി വരണ കണ്ടാൽ കൊട്ടാരത്തിലെ പ്രിൻസസ് വരുന്ന പോലെ, മറ്റേ ഇതിനകത്ത് മഞ്ജുവാര്യർ ചോദിക്കും പോലെ, മോഹൻലാൽ ചോദിക്കും പോലെ, കാവിലെ ഭഗവതി ആണോ ചോദിക്കും പോലെയാണ് ഓരോരുത്തർ കഥാപാത്രങ്ങൾ വരുന്നത്. സത്യം പറഞ്ഞാൽ പ്രൊഡ്യൂസർ മേക്കപ്പ് ചെയ്ത് തന്നെ ഒരു പരുവാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ. എന്തൊരു അരോചക. ഇനി ഇതിൻ്റെ ടൈറ്റിലുകൾ മാത്രമേ മാറുന്നുള്ളൂ. സീരിയലിൻ്റെ കഥയെല്ലാം ഒന്നാണ്. ഇത് കാണാൻ പ്രേക്ഷകരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം എന്താ? വീട്ടമ്മമാരെ സംബന്ധിച്ചോളം മറ്റൊരു ഓപ്ഷൻ ഇല്ല. 6:30, 7:30, 8:30 ഇങ്ങനെ കിടക്കുമ്പോൾ അവർ കാണുമ്പോൾ എന്തോ കൊച്ചു കുട്ടികൾ, തീർച്ചയായിട്ടും ഭർത്താക്കന്മാരൊക്കെ പുറത്തായിരിക്കും, അവിടെ ഇത് കാണുമ്പോൾ അവരുടെ വിചാരം എല്ലാ അമ്മായിയമ്മമാരും ഇങ്ങനെയാണ്, എല്ലാ മരുമക്കളും ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ്. ഞാൻ നാളെ കല്യാണം കഴിഞ്ഞാലും അമ്മായിയമ്മയോട് പെരുമാറുന്ന ഒരു സമൂഹത്തിന് പ്രേംകുമാർ പറഞ്ഞ പോലെ അപജയം തന്നെയാണിത്. ഞാനിത് വളരെ നാളുകൾക്ക് മുമ്പ് ഇതിനെതിരെ അതിശക്തമായിട്ട് സംസാരിച്ചു. പിന്നെ പ്രേംകുമാർ ഇത് പണ്ടേ സംസാരിച്ചപ്പോൾ ആർക്കും കൊണ്ടില്ല. ഇപ്പം പ്രേംകുമാർ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ടുള്ള രാഷ്ട്രീയ വൈരമാണെങ്കിൽ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആവുന്നത് ഒരു മോശം, ഇതല്ല വലിയ പോസ്റ്റ് തന്നെയാണ്. മാത്രമല്ല അതിലേക്ക് അദ്ദേഹം വന്നതിന് ശേഷം എനിക്കദ്ദേഹം എൻ്റെ മലപ്പുറം ഹാജി മഹാനായ ജോജി പൂത്തുമ്പിയും പോലന്മാരും മൈ ഡിയർ കരടി ഞാൻ ചെയ്ത കുറേ പടങ്ങളിൽ പ്രേംകുമാർ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഉണ്ടല്ലോ, ഒരുപാട് പേര് ഞങ്ങളുടെ സ്കൂളിൻ്റെ വാർഷികത്തിന് വന്നിട്ട് പുള്ളി പ്രസംഗിച്ചപ്പോൾ എല്ലാവരും ഇത്രയും നോളജ് കലയെക്കുറിച്ചുണ്ടോ? അദ്ദേഹം എന്താണ് പറയുന്നത്? സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സീരിയലുകളെയും പറഞ്ഞിട്ടില്ല. എൻഡോസൾഫാൻ എന്ന് പറഞ്ഞ് അതൊരു മാരകമായ സാധനമാണ്. അത്തരം സീരിയലുകൾ നിരോധിക്കണം. എന്തിന്? ഇപ്പം ഹേമ കമ്മീഷൻ അവർ പോലും പറയുന്നത് എന്താണ്? ഇതിനൊരു നിയന്ത്രണം വേണം. ഞാൻ ചോദിക്കട്ടെ, സിനിമയ്ക്ക് സെൻസർ ഉണ്ട്. ഞാൻ സെൻസർ ബോർഡ് മെമ്പറായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ആ സിനിമ പോയി കണ്ടാൽ മതി ഒരു വ്യക്തിക്ക്. സീരിയൽ അങ്ങനെയല്ല, വീട്ടിൽ ഓൺ ചെയ്യുകയാണ് സൗജന്യം. അതിലാണ് കൂടുതൽ സെൻസർഷിപ്പ് വേണ്ടതില്ലേ? മദ്യപാനം എന്തൊക്കെയാണ് സീരിയലിൽ കാണിച്ചു കൂട്ടുന്നത്. ആണുങ്ങളെല്ലാം കൊഞ്ഞാണന്മാർ. അതാണ് എനിക്ക് ഏറ്റവും സഹിക്കാത്ത. ഭാര്യയുടെ അമ്മായിയമ്മയുടെ മുമ്പിൽ വിറച്ച് നിൽക്കുന്ന കുറേ ഭർത്താക്കന്മാരും അത് അഭിനയിക്കാൻ. പിന്നെ ജീവിതമാർഗമൊക്കെയാണ്. ഞാൻ പറയുന്നത് പണ്ട് ചെയ്തിരുന്ന പോലെ ഇത്ര എപ്പിസോഡിൽ ഒരു സീരിയൽ തീർക്കുന്ന ഒരു നിയമം. ഫസ്റ്റ് സെൻസർഷിപ്പ് മസ്റ്റ്. സമയത്ത് ഷൂട്ട് ചെയ്യേണ്ട, അങ്ങനെ വേണ്ടെന്ന് സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ട് കംപ്ലീറ്റ് സെൻസർ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്യട്ടെ. പണ്ട് ദൂരദർശനിൽ ഞാൻ നേരിടുദ്ധം എന്നുള്ള സീരിയൽ ചെയ്യുമ്പോൾ അപ്രൂവൽ ഓരോ എപ്പിസോഡിനും മേടിക്കണമായിരുന്നു. ഗായത്രിക്ക് അറിയായിരിക്കും. പണ്ട് ചെറിയ പോയിന്റ്സ് പോലും അവർ റിജക്റ്റ് ചെയ്യും. ഞങ്ങൾക്കൊരു ടെൻഷനാണ്. ഉടനെ പോയി അത് എഡിറ്റ് ചെയ്ത് വൈകുന്നേരത്തിന് മുമ്പേ അവിടെ കൊടുത്തിരിക്കും. പക്ഷേ അന്ന് നല്ല ആൾക്കാർക്ക് നമ്മൾ നല്ല സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പം കൊടുക്കുന്ന സന്ദേശം ജോലിക്കാരിയാണോ, ആ ജോലിക്കാരി മോഷ്ടാവാണെന്നാണ് ഇവർ പറയുന്നത്. അതും ഒരു സ്ത്രീയാണ്. അപ്പം ഒരു വീട്ടിലൊരു പിന്നെയാണ് അറിയുന്നത് മരുമോളാണ് മോഷ്ടിച്ചത്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പം എന്തു പറ്റും? എത്രയോ നമ്മളൊരു കള്ളൻ എന്നൊരാളെ വിളിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ 100% ഇത് വേണം. ആ ജോലിക്കാരിയോടെ കരയുമ്പോൾ കുറേ പെണ്ണുങ്ങൾ കൂടെ ഇരുന്ന് കരയും. ഇത് തന്നെയാണ് മറ്റൊരു സീരിയൽ. അല്ല, ഞാനത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചോദിക്കാൻ. നമ്മൾ ആ ഒരു കുട്ടി കൂടെ നമുക്കുണ്ട്, ഒരു ഫിലിം റിസർച്ചറാണ്. പക്ഷെ അതിന് മുമ്പ് ശ്രീ വിനു കിരിയത്ത്,
ഇതൊരു ഒരു സൈബർ യുഗമാണ്. നിങ്ങൾക്ക് എന്ത് കാണണമോ അതും അതിനപ്പുറവും കാണുന്ന സമയത്ത് ഈ സീരിയലിനെ വിമർശിച്ചതുകൊണ്ട്, സീരിയലിനെ നന്നാക്കിയതുകൊണ്ട് ഈ സ്പേസ് നന്നാകുമോ, ആൾക്കാരെ നന്നാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണല്ലോ വരുന്നത്. അല്ല, അവിടെ ഒരു കാര്യം ധർമ്മജൻ ചോദിച്ചൊരു പോയിന്റ്, പ്രേംകുമാറിന് എന്താ കൊമ്പുണ്ടോ? ഒരു പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് എന്തും പറയാമെന്ന് വിചാരിക്കരുത് സീരിയലിനെ. പ്രേംകുമാർ സീരിയലിൽ വന്ന ഒരാളായതുകൊണ്ട്, അല്ലെങ്കിൽ അല്ലാത്ത ഒരാളെന്ന് വെച്ചോ സീരിയലിനെ കുറ്റം പറഞ്ഞൂടെ? ധർമ്മജൻ ഒരു ഹോട്ടലിൽ കയറി മീൻ കഴിക്കുമ്പോൾ ചീഞ്ഞ മീനാണെങ്കിൽ ആ മീനിനെ കുറിച്ച് അഭിപ്രായം പറയൂലേ? ധർമ്മജൻ മീൻ വിറ്റിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വന്ന വഴി മറക്കരുത്. അതുകൊണ്ട് ഞാൻ ഈ ജന്മത്ത് മീനിനെ കുറ്റം പറയില്ല എന്ന് പറയാൻ പറ്റുമോ? ചീഞ്ഞ മീൻ തന്നെ പറയണം. അത് തന്നെ ഇവിടെ പ്രേംകുമാർ പറഞ്ഞിട്ടുള്ളൂ. പ്രേംകുമാർ പറഞ്ഞത് നന്മയ്ക്ക് വേണ്ടിയിട്ട്, സീരിയൽ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല, ഒരുപാട് പേരുടെ തൊഴിൽ അവസരം നഷ്ടപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടില്ല. സീരിയൽ വേണം, അതിന്റെ കണ്ടന്റിനൊരു മാന്യത വേണം, ഇല്ലെങ്കിൽ അത് യുവതലമുറ കടന്നേ ഇല്ല. ധർമ്മജനും ഹരീഷ് പേരടിയും അതൊരു വ്യക്തിഹത്യയുടെ രീതിയിലാണ് ആ വിമർശനം. ധർമ്മജൻ നല്ല നടനാണ്, ധർമ്മജനും കുറെ സീരിയലുകളൊക്കെ എഴുതിയിട്ടുണ്ട്, ഒക്കെയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പൊട്ടിച്ച് ഇങ്ങനെ ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു രീതിയാണ് ധർമ്മജന്റെ. അത് അയാളുടെ അവകാശമാണ്, അല്ലെങ്കിൽ അയാളുടെ സ്വാതന്ത്ര്യമാണെന്ന് വിചാരിക്കണം. പ്രേംകുമാറിന് പറയാനുള്ള റൈറ്റ് ഉണ്ട്, ധർമ്മജനും പറയാനുള്ള റൈറ്റ് ഉണ്ട്, എനിക്കും ഗായത്രിക്കും ഒക്കെ പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഈ നാട്ടില് അതിന് കൊമ്പുണ്ടോ മീശയുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? യെസ്, ഞാൻ തിരികെ നസ്ര,